മൻ കാനത്തിൽ ആഖിറതു ഹമ്മുഹു ജഅലല്ലാഹുൽ ഗിന ഫീ ഖൽബിഹി വജമഅ ലഹു ശംലഹു വഅതതി ദുനിയ വഹിയ റാഗിമ. എന്താ? മൻ കാനത്തിൽ ആഖിറതു ഹമ്മുഹു, ഒരാളുടെ ഹമ്മ് ആഖിറമാണ് എങ്കിൽ, ഹമ്മ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ വിചാരം പരലോകം വിചാരണ ഉണ്ടെങ്കിൽ കർമ്മ ആർക്ക് വേണ്ടി ചെയ്യണം? അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ചെയ്യണം. ഒരാളുടെ ലക്ഷ്യം അത് പരലോകമാണ് എങ്കിൽ ഐശ്വര്യം അള്ളാഹു അയാളുടെ കൽബിൽ നടുന്നതാണ്. മനസ്സിൽ ഐശ്വര്യം നടും എന്നാണ് അതിൻ്റെ ഫലം. മനസ്സിൽ ഐശ്വര്യം എന്ന് അൽ ഗിന ഗിനൻ നഫ്സ് ലൈസ ഗിനൽ അർദ്. ദുനിയാവ് വിശാലമാവുക എന്നുള്ളത്, ഇവിടെ കുറേ അളക്കാനും തൂക്കാനും എണ്ണാനുണ്ടാകുക എന്നുള്ളതല്ല ഗിന. പിന്നെ കൽബിലാണ് ഗിന. മനസ്സിൻ്റെ ഐശ്വര്യമാണ് ഐശ്വര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അൽ ഗിന ഗിനൻ നഫ്സ്, തിരുമൊഴിയാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ആഖിറത്തിനെ ലക്ഷ്യമാക്കിയിട്ട് ഒരാൾ അമൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ ഐശ്വര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല കൽബിൽ നടും. അയാളുടെ കൽബ് ഐശ്വര്യവത്തായിരിക്കും. പിന്നെ വജമഅ ലഹു ശംലഹു, എന്താ ജമഅ ലഹു ശംലഹു? അയാളുടെ കാര്യങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അയാളെ സംബന്ധിച്ചിടത്തോളം ശിഥിലമാണെങ്കിലും എന്ത് ചെയ്യണമെന്ന് അറിയാതെ അന്താളിക്കുന്ന ഒരവസ്ഥ വരുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് തരപ്പെടുത്തും, സൗകര്യപ്പെടുത്തും അയാളുടെ കാര്യങ്ങൾ യഥാവിധം ചെയ്യാൻ.